ഹലോ ഗൈസ്, ഞാൻ ഇന്ന് കൊടക്കാട് ഫേമസ് ആയ ബിരിയാണി കഴിക്കാൻ വേണ്ടി പോവാണ്. ഞാൻ ഒറ്റക്കല്ലോ, എന്റെ ഒപ്പം ഞാലും ഉണ്ട്. ഉച്ചയായപ്പോ പള്ളക്കാട് പയിച്ചു. കുറെ കാലമായി കൊടക്കാടുത്തെ ബിരിയാണി എന്ന് കേട്ടുകൊണ്ട് ഇതുവരെ തിന്നിട്ടില്ല. എന്നാ പിന്നെ അതൊന്ന് തിന്നാ വിചാരിച്ചിട്ട് ഞങ്ങൾ പോവാണ്. എന്താ അതിന് മാത്രം അതിലുള്ളത് നമുക്ക് അറിയണം. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ 2 മണി ആയിക്കണം. അപ്പൊ വലിയ തിരക്കൊന്നും പുറത്ത് കാണാത്തോണ്ട് ഞങ്ങൾ വിചാരിച്ചു ഇപ്പൊ ബിരിയാണി എങ്ങാനും കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന്. എന്തായാലും വേണ്ടില്ല, കയ്യും കക്കി ഞങ്ങൾ ഉള്ളിക്കാണ്ട് കയറി. അപ്പോഴാണ് മനസ്സിലായത് തിരക്ക് മുഴുവൻ ഉള്ളിലാണെന്ന്. പിന്നെ ഞങ്ങൾ 5 മിനിറ്റ് നിന്നിട്ട് പിന്നെയാണ് സീറ്റ് കിട്ടിയത്. വന്നിരുന്നപ്പോ തന്നെ ടേബിളും പ്ലേറ്റ് ഓടിഞ്ഞു വെച്ചിരിക്കണം. ടേബിളും അല്ലാതെ പിന്നെ തലയിൽ വെക്കോ പ്ലേറ്റ്. ചോറ് വരാൻ വൈകിക്കൊണ്ട് തന്നെ കുറച്ച് അച്ചാറ് പ്ലേറ്റ് കിട്ടിട്ട് തൊട്ടുമുത്താൻ തുടങ്ങി. തൊട്ടുമുത്താൻ പിന്നെ ഞാൻ ഉഷാറാണ്. അവസാനത്തെ കാത്തിരിപ്പിന് ശേഷം പേര് കേൾപ്പിച്ച് ആ സാധനം നമ്മളത്തേക്ക് വന്നു. ഇനി എന്താ നോക്കിക്കണേ, വേ തുടങ്ങല്ലേ. ഫുള്ള് പ്ലേറ്റ് കിട്ടാ പുറത്തേക്ക് ചോറ് പോകും. അതുകൊണ്ട് ഞാൻ പകുതി ഇട്ടിട്ട് ബാക്കി അവിടെ വെച്ചു. നീ സമയം ഉണ്ടല്ലോ, മെല്ലെ തിന്നാ പനയും തിന്നാ പണ്ടത്തെ കാരണവന്മാര് പറഞ്ഞു. ബീഫ് ബിരിയാണിയാണ് നമ്മൾ പറഞ്ഞത്. അത് ബീഫൊക്കെ നല്ലോണം ബന്ധുക്കണം. പേര് കേൾപ്പിച്ച പോലെ തന്നെ ബൻ എന്തായാലും ഉഷാറാണ്. സംഗതി എന്തായാലും ഉഷാർ. പ്ലേറ്റ് ഇത്രയും വൃത്തിയാക്കിയിട്ട് ചോറുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. എന്തായാലും ഭംഗിക്ക് വേണ്ടിട്ട് ഒരു മിറണ്ടേണ്ട് കുടിച്ചു. നമ്മളെ ഫോളോവേഴ്സിനെ ആരെങ്കിലും റോട്ടിൽ നിന്ന് കാണാന്നുണ്ടെങ്കിൽ ഓലിക്ക് കൊടുക്കാൻ വേണ്ടി ഒരു ബിരിയാണി പാർസലും വാങ്ങി. പിന്നെ നമ്മൾ നേരെ മണ്ണാർക്കാട് ടൗണിൽ കണ്ട് പോകുന്നു. അപ്പോഴാണ് നമുക്ക് ഒരു കാര്യം ഓർമ്മ. നമ്മളൊരു ചലഞ്ചിന്റെ വീഡിയോ ഇട്ടപ്പോൾ അതിലൊരാൾ ഇങ്ങനെ കമന്റ് ചെയ്തു. പിന്നെ ആ ചേട്ടൻ പറഞ്ഞ പോലെ ആ ഫുഡ് അമ്മച്ചി കണ്ട് കൊടുക്കാൻ വേണ്ടി നമ്മൾ അമ്മച്ചിനെ കുറെ തരുന്നു. പക്ഷെ എവിടെ നോക്കിയിട്ട് അമ്മച്ചിനെ കണ്ടില്ല. പിന്നെ അവസാനം നമ്മൾ സ്റ്റുഡിയോന്റെ മുമ്പിൽ ഒരു ചേട്ടൻ ഇരിക്കാണ്ടു. ആ ചേട്ടൻ നമ്മൾ ആ ഫുഡ് കണ്ട് കൊടുക്കും. മൂപ്പർക്കും സന്തോഷമായി, നമ്മക്കും സന്തോഷമായിക്കണം. എന്തായാലും ഇനി നമുക്ക് കൊടുക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ എല്ലാം പറഞ്ഞ പോലെ അപ്പൊ ബാക്കി പിന്നെ